ഇവിടെ എല്ലാം റെഡി ആയിരിക്കുമെന്ന് കരുതിയ പുറത്തുനിന്നൊന്നും കഴിക്കാതെ ഞങ്ങൾ വന്നത്. ഇവിടെ ഒന്നുമില്ലെന്ന് വിളിച്ചു പറഞ്ഞ മതിയായിരുന്നു. ഹോട്ടലിൽ നിന്ന് പാഴ്സലെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരായിരുന്നു. നന്ദിനി അങ്ങനെ ചെയ്യാതിരുന്നത് മോശമായി പോയി. ഞാൻ ഓർത്തില്ല. സാരമില്ല, ഇനി മേലിൽ ആവർത്തിക്കാതിരുന്നാ മതി. കണ്ടല്ലോ ഭരണം, ഒരു വേലക്കാരോട് പെരുമാറുന്ന പോലെയല്ലേ അവള് നിന്നോട് പെരുമാറിയത്? അത് ചെയ്തോ ഇത് ചെയ്തോ, ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല? ദേ, ഇത് തുടക്കാ. ഇനി ഓരോന്നും ചെയ്തില്ലെങ്കിൽ വഴക്കായിരിക്കും കേൾക്കാൻ പോകുന്നത്. വഴക്ക് പറയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പിന്നെ സമ്മതം വാങ്ങിയിട്ടല്ലേ അവൾ ഓരോന്ന് ചെയ്യുന്നേ. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് മൂക്ക് ബൊബങ്ങ് അവസാനിപ്പിച്ചേക്കണം. ദേ, വഴി പറഞ്ഞു തരാനൊന്നും ഞാനാളല്ല. നിനക്ക് എന്താണ് തോന്നുന്നത് അതങ്ങ് ചെയ്തേക്കണം. പുതുപ്പെണ്ണല്ലേ, എല്ലാം സഹിക്കണ്ടവളല്ലേ എന്നൊക്കെ കരുതിയ പിന്നെ രക്ഷിക്കാൻ ദൈവം വിചാരിച്ചാലും നടക്കില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ട്. അതങ്ങേറ്റ്. മര്യാദയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വന്നാൽ മതിയായിരുന്നു. മതിയായിരുന്നു. എന്തായാലും കഴിക്കേട്ടാ, ഞാനൊരു ഓംലെറ്റ് കൂടെ ഉണ്ടാക്കാം. ആ, നന്ദിനെ വിളിക്ക് ഗൗരി. അവള് വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അവക്ക് വേണ്ടെന്ന്. വേണ്ടേ? നീ വഴക്ക് പറഞ്ഞില്ലേ, അതിന്റെ പിണക്കത്തില. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. ആ, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോ മുഖം ഇത്ര ഉണ്ടായിരുന്നു. തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന പെണ്ണല്ലേ, അനുഭവിച്ച. ചെന്ന് വിളിക്ക് സ്വാതി. ദേ, പോകാതിരിക്കുന്നതാ നല്ലത്. സ്വാതി ചെന്ന് വിളിച്ചാ അവിടെ പൊട്ടിപ്പോവും. അത് ശരിയല്ലല്ലോ. ഈ വീട്ടിൽ ആരും പട്ടിണി ഇരിക്കാൻ പാടില്ല. ഞാൻ പോവേട്ടാ. അതെ, കുഴപ്പം സ്വാതിയുടെ ഭാഗത്തും ഉണ്ടെന്നേ. അവൾ എന്തിനാ മീൻ ശരിയാക്കി വെക്കാൻ നന്ദിനിയോട് പറഞ്ഞേ? നന്ദിനി ഈ വീട്ടിലെ ജോലിക്കാരൊന്നുമല്ലല്ലോ. ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇതൊക്കെ ഓരോ വീട്ടിലും പതിവുള്ളതല്ലേ ഗൗരി? അതെ, അവളുടെ കാര്യത്തിൽ നടക്കില്ല. പുറമേ മാത്രമേ ഉള്ളൂ ശാലീന സൗന്ദര്യം, അകത്ത് മുഴുവൻ വാശിയാ, പിന്നെ ദേഷ്യവും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പെണ്ണ് കാണാൻ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകുന്നു. കേട്ടില്ല? ഇനി അനുഭവിച്ചോ? ഏയ്, ഇതൊക്കെ ചെറിയ ചെറിയ പരിഭവങ്ങളല്ലേ. തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ, അതൊക്കെ മാറിക്കോളും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദിനി ഇത്തിരി കട്ടിയാ, കാടി കട്ടി. നന്ദിനി എന്താ കഴിക്കാൻ വരാത്തെ? വേണ്ട. എന്താ വേണ്ടാത്തത്? വിശപ്പില്ല. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അങ്ങനെ പറയുന്നത് നന്ദിനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. വാ, വന്ന് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാശിക്കള നന്ദിനി. ഇത്രയും ചെറിയ കാര്യത്തിന് നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കാര്യം വരുമ്പോ എന്ത് ചെയ്യും? എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ? അതായത് ഞാൻ പോയി തരണമെന്ന്. ശരി, പോവാം. നീ കഴിച്ചില്ലെങ്കിൽ നിനക്ക് തന്നെ അതിന്റെ കേട്, എനിക്കല്ല. ഉടനെ വരാന്ന് പറഞ്ഞു പോയ ആൾ ഇപ്പോഴാണോ വരുന്നത്? എന്തു പറ്റി? ഭാര്യ പട്ടിണിയില്ല. കാരണം സ്വാതി എന്തോ പറഞ്ഞുന്നോ പിണങ്ങിന്നോ. ഞാൻ പിന്നെ അത്ര കാര്യാക്കാനൊന്നും പോയില്ല. വെറുതെ എന്തിനാ നമ്മൾ കയറി പക്ഷം പിടിക്കുന്നത്? പിന്നെ എനിക്കാവും കുറ്റം. ഏട്ടത്തി അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ. ചെയ്തെന്ന് ഞാൻ പറയില്ല, ചെയ്തില്ലെന്ന് ഞാൻ പറയില്ല. എല്ലാം നന്ദിനി തന്നെ വിശദമായിട്ട് പറയും. ചെല്ല്.
എന്തു പറ്റി? എന്നെ വീട്ടിലെ ജോലിക്കാരിയാക്കാൻ വേണ്ടിട്ടാണോ ഗിരേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? അല്ല. എന്നെ അതൊന്ന് പറഞ്ഞു കൊടുക്കുക ഏട്ടത്തിയോട്. ഏട്ടത്തി വിചാരിക്കുന്നത് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാന്നാ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. മീൻ വെട്ടി വെക്കാൻ ഏട്ടത്തി പറഞ്ഞു. എനിക്കത് ശീലമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അതിന് വഴക്ക് പറയുകയാണോ വേണ്ടത്? ഏട്ടത്തി വഴക്ക് പറഞ്ഞെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗിരിയേട്ടൻ എന്നെ ഇഷ്ടമല്ലാത്തോണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്. എടി, അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ. ഇഷ്ടമില്ലായിരുന്നു ഞാൻ നിന്നെ കല്യാണം കഴിക്കോ? എനിക്ക് മറ്റുള്ളവരുടെ വഴക്ക് കേൾക്കാൻ വയ്യ ഗിരിയേട്ടാ. ഏട്ടത്തി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ നന്നാവാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ആ സെൻസിൽ എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഓട്ടെ, നീ എന്താ ഭക്ഷണം കഴിക്കായിരുന്നത്? പ്രതിഷേധമാണോ? അതൊന്നും ഈ വീട്ടിൽ പറ്റില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. പോയെന്തെങ്കിലും കഴിക്കേ. എനിക്ക് വേണ്ട, വിശപ്പില്ല. വിശപ്പൊക്കെ വന്നോളും, പോയി കഴിക്കേ. സത്യമായിട്ടും വിശപ്പില്ലഞ്ഞിട്ടാ. നന്ദിനി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കല്യാണത്തിന് മുൻപുള്ള ആളല്ലല്ലോ ഇപ്പോ. മൊത്തം മാറിയല്ലോ. മാറ്റം നല്ലതിനാണെങ്കിൽ ഞാനത് അംഗീകരിക്കും. അതല്ലെങ്കിൽ ചെന്നേ പോയി കഴിച്ചേ. ഗിരിയേട്ടൻ എന്നെക്കാളും വലുതാണല്ലേ ഏട്ടത്തി. ഞാനൊരു പരാതി പറഞ്ഞിട്ട് അതൊന്നും അവരോട് ചോദിക്കാൻ പോലുള്ള സന്മനസ് ഗിരിയേട്ടൻ കാണിക്കുന്നില്ലല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഈ വീട്ടിൽ വലിയൊരു വഴക്കുണ്ടാക്കണമെന്നാണോ? അതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. നന്ദിനി, ഇത്തരം സില്ലിയായ കാര്യങ്ങള് വലിയ ഇഷ്യൂ ആക്കി വളർത്താതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. എടി, ഇതൊരു വീടാണ്. നമ്മളെ കൂടാതെ പലരും ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മളായിട്ട് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. അതിന് നീ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചെയ്യരുത്. പിന്നെ നീ പറഞ്ഞത് ഏട്ടത്തിയോട് ചോദിക്കുന്ന കാര്യം, അത് ഞാൻ ചോദിച്ചോളാം. ചെന്നെന്തെങ്കിലും കഴിക്കേ. കഴിച്ചു വരുമ്പോ നമുക്കൊന്ന് പുറത്തു പോയാലോ? എവിടേക്ക്? അതൊക്കെ പറയാം. നീ ആദ്യം പോയി കഴിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പുറത്തു പോകുന്ന കാര്യം. എന്തായി? എന്താവാൻ? ഓഫീസിലെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം തീർത്ത് വീട്ടിൽ വരുന്നത് സമാധാനത്തിന് വേണ്ടിയാ. അത് നടക്കും തോന്നുന്നില്ല. ഇവിടെ വരുമ്പോ ഇവിടുത്തെ പ്രശ്നങ്ങളും തീർക്കണ്ടേ? അതിന് ഞാനൊന്നും ചെയ്തില്ല ഗിരി. അതെനിക്കറിയാം. പ്രശ്നം അവളുടെയാ. അവൾക്ക് ഈ വീട്ടിൽ അന്തരീക്ഷമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ ഇനിയും പറ്റിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവളിത്തിരി സെൻസിറ്റീവാ. അത് മനസ്സിലാക്കി നമ്മൾ ഇടപെട്ട പ്രശ്നം തീരും. അവളെയും നീ പറഞ്ഞ് മനസ്സിലാക്കണം. തിരുത്തൽ ഒരു ഭാഗത്ത് മാത്രം നടന്നാൽ പോരല്ലോ. ശരിയാ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതോടെ ഒരു സത്യം എനിക്ക് മനസ്സിലായി. ഭാഗ്യമാണ് ഒരു നല്ല കുടുംബജീവിതത്തിന്റെ അടിത്തറ ഉണ്ടാക്കുന്നത്. മനപ്പൊരുത്തം, ജാതകപ്പൊരുത്തം, അങ്ങനെ പൊരുത്തങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഭാഗ്യമില്ലെങ്കിൽ ഒരു കാര്യമില്ല. നീ ഇങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട. ഇതൊക്കെ ശരിയാവും. നീ പറഞ്ഞ പോലെ ഇവിടുത്തെ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അവളായിരിക്കും ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമോള്. എന്ന് വെച്ചാൽ ഏട്ടത്തിക്കാളും നന്നായിരിക്കുമെന്ന് നടന്നത് തന്നെ. ഞാനിപ്പോ അധികം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഏട്ടത്തി. വരുന്നത് പോലെ വരട്ടെ എന്നുള്ള മനോഭാവം എനിക്കിപ്പോ. അത് പോട്ടെ, എന്നിട്ട് അവള് ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അത് മതി. എനിക്ക് പക്ഷെ അത് പോരാ. അത് പോട്ടെ, എന്നിട്ട് അവള് ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അത് മതി. എനിക്ക് പക്ഷെ അത് പോരാ. സാരമില്ല, കാത്തിരിക്കാം. വേദ കഴിഞ്ഞപ്പോ നന്ദിനിയും. എനിക്ക് തീരെ പ്രതീക്ഷയില്ല അവള് നന്നാവുമെന്ന്. സാധാരണ തുടക്കത്തിലെങ്കിലും വന്നു കയറുന്ന പെൺകുട്ടികൾ നന്നായിട്ട് പെരുമാറാറുണ്ട്. അവളുടെ ഭാഗത്തുനിന്ന് അതുമില്ല. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ പോകെ പോകെ എങ്ങനെയായിരിക്കും? എല്ലാം എന്റെ തെറ്റാ അല്ലേ ഏട്ടാ? ഞാനല്ലേ ഈ വിവാഹത്തിന് നിർബന്ധിച്ചത്? നന്ദിനിയുടെ ചെറിയമ്മയുടെ സ്വഭാവം കണ്ടപ്പോ ഏട്ടൻ പോലും വിലക്കിയതാ ഇത് വേണ്ടെന്നും പറഞ്ഞു. കേൾക്കാതിരുന്നത് ഞാനാ. കഷ്ടം.
ഇങ്ങനൊരു കുട്ടിയാണല്ലോ ഗിരിക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചത്. നിനക്കെന്ത് ചെയ്യാൻ പറ്റും? നീ കാണുമ്പോഴുള്ള പ്രകൃതം അല്ലല്ലോ ഇപ്പോ. ഇത്ര പെട്ടെന്ന് ആള് മാറുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? വിചാരിച്ചാലും ഇല്ലെങ്കിലും അനുഭവിക്കേണ്ടത് ഗിരിയല്ലേ. അതോർക്കുമ്പോഴേ എനിക്ക് സങ്കടം. വേദിയിൽ നിന്ന് രക്ഷപ്പെടാൻ വന്ന് ചാടിയത് അതിലും വലിയ പ്രശ്നത്തിലേക്കായി പോയല്ലോ. പ്രാർത്ഥിക്കാം നന്നാവാൻ, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മോനി വീട്ടിൽ ആദ്യമായിട്ടല്ലേ? ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാ. അകത്തേക്ക് ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഉടനെ പോണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ശരിയാണോ? ഇവിടെ 1-2 ദിവസം താമസിക്കേണ്ടതാ ശരിക്കും. അതിന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഊണ് കഴിച്ചിട്ട് ഞാൻ വിടൂ. അതെന്റെ അവകാശമാ, എതിര് പറയരുത്. കേട്ടോ മോനെ, പണ്ട് ഈ പരിസര നിവാസികൾക്കൊന്നും എന്നോടത്ര മതിപ്പില്ലായിരുന്നു. ഇപ്പൊ കാണണം, എല്ലാം എന്റെ ഈ മോള് കാരണ. മോന് ഇവളുടെ സ്വഭാവമൊക്കെ പിടിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, കുഴപ്പമില്ല. ഈ കാണുന്ന പോലൊന്നും അല്ല ആള്, തൊട്ടാവാടിയാ. എന്നാലോ ആവശ്യത്തിന് വാശിയും മിടുക്കുമൊക്കെ കാണിക്കുകയും ചെയ്യും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ കുഴപ്പമാവും. എന്തൊക്കെയാ ചെറിയമ്മ പറഞ്ഞു കൊടുക്കുന്നത്? പിന്നെ പറയണ്ടേ, എടി കെട്ടുതാലി കഴുത്തേ കയറിയാ പിന്നെ ഒളിയും മറയും ഒന്നും വേണ്ട. അഥവാ അങ്ങനെ വെച്ചാ തന്നെ അത് അതുപോലത്തെ കാര്യത്തിലായിരിക്കണം. ഈ ചെറിയമ്മയുടെ ഒരു കാര്യം, ഇങ്ങനെയാണോ വീട്ടിൽ കയറി വരുന്ന ഒരാളോട് പെരുമാറുന്നത്? ഗിരി നമ്മുടെ സ്വന്തം ആളാ. എനിക്ക് എന്റെ മോനെ പോലെയാ. ഗിരിയേട്ടനകത്തോട്ടിരിക്കും, ഞാൻ ചായ എടുക്കാം. ആ, അങ്ങനെ വല്ലതും ചെയ് മോനെ. കാഞ്ഞ വിത്ത. ഈ കാണുന്ന പോലൊന്നും അല്ല ആള്. എന്നെ വരെ മൂക്കുകൊണ്ട് ഇക്ഷാന്ന് വരപ്പിച്ചവളാ. ഇനി വന്നേ. പിന്നെ മോ വന്നതുകൊണ്ട് ചോദിക്കുക, കാശ് വല്ലതും ഇരിപ്പുണ്ടോ കയ്യില്? കല്യാണം നടത്തിയ വകയില് ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്. എത്ര വേണം? എത്ര കിട്ടിയാലും അത് അധികമാവില്ല. കടലിൽ കൊണ്ടുപോയി കായം കലക്കുന്ന പോലെയാ എന്റെ കൈ കിട്ടുന്ന കാശ്. ഓട്ടക്കയ്യാ. പക്ഷെ അവൾ അങ്ങനല്ല കേട്ടോ, കീറ് കൃത്യവാ, കാണിച്ചക്കാരിയാ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. മതി, ഇനിയും നമ്മൾ കാണുമല്ലോ. ബാക്കി അപ്പ തന്നാ മതി. പിന്നൊരു കാര്യം, ഞങ്ങള് കാശുകൊണ്ടേ പുറകിലുള്ളൂ. തറവാടിത്തത്തിലും അഭിമാനത്തിലും ഞങ്ങൾ ആർക്കും പുറകിലല്ല. അത് മനസ്സിലായി. ആയല്ലോ. അതുകൊണ്ട് എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കരുത്. മോൻ കുടിപ്പിക്കൂന്നല്ല പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. അതിന്റെ ചില കുറവുകളൊക്കെ കാണും. അതൊക്കെ മോൻ ക്ഷമിക്കണം. നന്നായിട്ട് അവളെ സ്നേഹിക്കണം. കഴിഞ്ഞില്ലേ വർത്തമാനം? ചെറിയമ്മ അടുക്കളയിലേക്ക് ചെല്ല്, വല്ലതും വെച്ചുണ്ടാക്ക്. ഞാനതങ്ങ് മറന്നു. ചെറിയമ്മ ഇങ്ങനെ വാ പോയ കോടാലി പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വാ പോയ കോടാലി ആണെങ്കിലും കൊള്ളേൻ്റെ അടുത്ത് കൊള്ളിക്കാൻ ചെറിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എങ്ങനുണ്ടടി പുതിയ വീട്? കുഴപ്പമില്ല. ആരാ വീട് ഭരിക്കുന്നത്? ഇവിടെ വന്ന സ്വാതിയാണോ? അതെ. അപ്പൊ അവളുടെ കീഴിലാണോ നീ ജീവിക്കുന്നത്? അങ്ങനെ ആരുടെയും കീഴിലൊന്നും അല്ല. എടി മണ്ടി, ആ വീട് നിനക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? അപ്പൊ ആ വീട്ടിലെ കാര്യങ്ങൾ നീയും കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതിന് മാത്രം എന്താ ഒരു വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവാറ്? ഒന്നുമില്ലേ? നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആ വീട്ടില് ഒരു മാസം എന്തുമാത്രം വരവുണ്ട്, ചെലവെത്ര, നീക്കിയിരിപ്പെത്ര,
ഇതൊക്കെ നിനക്കറിയോ? ഇല്ല. അതാ പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ലാന്ന്. വരവും ചെലവും ഒക്കെ നീ അറിയണ്ടേ? നിന്റെ ഭർത്താവും കൂടി അധ്വാനിക്കുന്നതല്ലേ? അയാളുടെ ശമ്പളം എത്ര, അതെന്ത് ചെയ്യുന്നു, അതൊക്കെ നീയും അറിയണം. കഴിയുമെങ്കിൽ ആ വീട്ടിലെ നിയന്ത്രണവും നീ ഏറ്റെടുക്കണം. മുഴുവനായിട്ട് ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പാതിയെങ്കിലും നിന്റെ കയ്യിലിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓ മോളെ, കൂട്ടുകുടുംബം എന്ന് പറയുന്നതേ കഴിവുള്ളൊരു പെണ്ണിന്റെ ഉള്ളം കയ്യിലെ ഈ വരകൾ പോലെയാ. ഇതിന്റെ തെളിച്ചവും തെളിച്ചക്കുറവും ഒക്കെ അവിടെ താമസിക്കുന്നവരുടെ ഭാവിയെ പോലും ബാധിക്കും. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട്. അച്ഛന്റെ കാലം കഴിഞ്ഞ ആ വീടും പറമ്പും ഒക്കെ ആ തടിച്ച് സ്വന്തമാക്കും. നീയും നിന്റെ ഭർത്താവും ഒക്കെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നീ എല്ലാം ശ്രദ്ധിച്ചോണം. നിന്റെ ഭർത്താവ് ഒരു സാധുവാ, പറ്റിക്കാൻ എളുപ്പമാ. അങ്ങനെയുള്ളവരെ എല്ലാരും കൂടി പറ്റിക്കും. നിനക്കാ ചതി പറ്റരുത്. ആ വീട്ടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരാണ് മഹാറാണി. ആ വീട്ടിലെ വേലക്കാരി ആവാനല്ല, മഹാറാണി ആവാനാ നിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചത്. അത് നീ ആവണം. നിനക്ക് നിന്റേതായിട്ടുള്ളൊരു വരുമാനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിനക്ക് ആ സ്വാതിയുടെ മുമ്പില് ഓരോ ആവശ്യത്തിനും കൈ നീട്ടേണ്ടി വരും. കൊടുക്കുന്നവന്റെ കൈ എപ്പോഴും മുകളിലും വാങ്ങുന്നവന്റെ കൈ എപ്പോഴും താഴെയോ ആയിരിക്കും. നിന്റെ കൈ എപ്പോഴും മുകളിലിരിക്കുന്നത് കാണാനാ ഈ ചെറിയമ്മയുടെ ആഗ്രഹം. അത് നടക്കണമെങ്കിൽ അതിനുള്ള പണി നീ ഇപ്പോഴേ തുടങ്ങണം. ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. പാചകം ചെയ്യാനുള്ള സിദ്ധിയൊക്കെ പോയി. ഇവള് പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഇവള് വെച്ച എല്ലാത്തിനും നല്ല രുചിയാ. ചെല്ലടി. പോകുമ്പോ ചെറിയമ്മയുടെ കയ്യിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കണം. കാശാണോ? കാശ് ഞാൻ കൊടുത്താണല്ലോ. ഗിരിയേട്ടൻ കൊടുത്താലും മതി. എന്നാലും ഞാൻ എന്തെങ്കിലും കൊടുക്കുമ്പോ അതിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. കൂടുതലൊന്നും വേണ്ട, വല്ല 10-500. ആ, കൊടുക്കാം. എന്നും ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഗിരിയേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് വിഷമമുണ്ട്. എന്റെ ചെലവിന് എപ്പോഴും കുറച്ച് കാശ് എന്റെ കയ്യിലുണ്ടാവുന്ന നല്ലതാ. തരാലോ. ഗിരിയേട്ടന്റെ ശമ്പളം മുഴുവൻ എന്റെ കയ്യിൽ തരണമെന്നൊന്നും ഞാൻ പറയില്ല. പറഞ്ഞാലും നടക്കില്ല. കാരണമേ എനിക്ക് ശമ്പളം ഇല്ല. ആവശ്യത്തിനുള്ളത് കമ്പനിയിൽ നിന്ന് എടുക്കാറാ പതിവ്. ആ പതിവ് മാറ്റണം. ഒരു നിശ്ചിത തുക തീരുമാനിക്കണം. അതെ, നീ ഇപ്പൊ സംസാരിക്കുന്നത് വേദ സംസാരിക്കുന്നത് പോലെയാ. ആ ലൈൻ വേണ്ട. അതും മടുത്തിട്ടാ ഞാൻ വേറെ വിവാഹത്തിന് തയ്യാറായത്. ഇപ്പോ അത് തന്നെ നീയും പുറത്തെടുത്താ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. ഗിരിയേട്ടന്റെ ഒരു കാര്യം ഞാൻ അന്വേഷിക്കാൻ പാടില്ലെന്നാണോ? എന്നല്ല, അന്വേഷിക്കേണ്ടത് മാത്രം അന്വേഷിക്കുക, അല്ലാത്തതൊന്നും ഇടപെടാതിരിക്കുക. നിന്റെ ചെലവിന് കാശ് വേണമെന്ന് നീ പറഞ്ഞു, ഞാനത് സമ്മതിച്ചല്ലോ. അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, നടക്കില്ല. എപ്പോഴും ഏട്ടത്തിയുടെ മുന്നില് തല കുനിച്ച് നിൽക്കാനായിരിക്കും എന്റെ വിധി. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലേ തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും. ദേ നന്ദിനി, വെറുതെ എന്റെ BP കൂട്ടരുത്. നീ ഇത്ര ചീപ്പായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. സ്വന്തം ഭർത്താവിന് എത്ര വരുമാനമുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു സമ്പാദ്യം വേണ്ടേ എന്നൊക്കെ ചോദിച്ചത് ആഗ്രഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അത് തെറ്റ് തന്നെയാ. ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് അവസാനിക്കുന്നതോ വലിയ വഴക്കിലും. സ്വന്തം ജീവിതത്തിനെ ഞാൻ കണ്ടുപിടിച്ച പാഠമായത്. അത് ഇനിയും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. മേലിൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാ എന്നെ നിനക്ക് അറിയില്ല.
ശരിയായി. ശരിയായി. വേണ്ട, അത്രയ്ക്കൊന്നും വേണ്ട. ഏയ്, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ശരിയായി. അങ്ങനെ വീൽ ചെയർ ജീവിതം എന്നേക്കുമായി അവസാനിച്ചു അല്ലേ നീലേ? അതെ. എന്നാലേ ഈ സന്തോഷത്തിന് കളറ് കൂട്ടുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. നീലിന്റെ ഈ തിരിച്ചുവരവ് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അതിന് എല്ലാരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയാലോ? ഒരു ചെറിയ ട്രിപ്പ് എന്താ? അത് നല്ലതാ. എന്റെ കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ. നന്ദനിക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. ട്രിപ്പ് അവർ രണ്ടാളും മാത്രം പോകുന്നില്ലേ നല്ലത്? എന്തിനാ നമ്മൾ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നത്?